അഴീക്കോട് മുതൽ പുതിയ റോഡ് വരെയുള്ള 4.5 കിലോമീറ്റർ ദൂരത്തെ തീരദേശ ഹൈവേ തീരത്തുകൂടി തന്നെ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണയുടെ 75ാം ദിവസമായ നാളെ നിയമസഭാ മാർച്ചും ധർണയും നടത്തുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന നിയമസഭാ മാർച്ചിലും ധർണയിലും AN ഷംസുദ്ദീൻ MLA, KK രമ MLA, CMP സംസ്ഥാന സെക്രട്ടറി CP ജോൺ, ധീവരസഭ സംസ്ഥാന കമ്മിറ്റി അംഗം EK ദാസൻ, പ്രവാസി ബന്ധു ഡോക്ടർ S അഹമ്മദ്, വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി, ബിൽഡിംഗ് ഓണേഴ്സ് സംസ്ഥാന സെക്രട്ടറി സിറാജ്, വ്യാപാര വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ധനേഷ് ചന്ദ്രൻ, പ്രവാസി പെൻഷൻ ഹോൾഡേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KNA അമീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കുന്നു. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? എറിയാട് പഞ്ചായത്തിലെ ഏറ്റവും ജനസാന്ദ്രമായ പ്രദേശവും കൂടാതെ 500 കോടിയിലധികം രൂപ വരുന്ന വ്യാപാര വ്യവസായ വാണിജ്യ കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി തീരദേശപാത തീരദേശവാസികൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി അഴീക്കോട് മുനക്കൽ ബീച്ച് അന്തർദേശീയ നിലവാരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനു വേണ്ടി പടിഞ്ഞാറൻ തീരത്തെ സാധാരണക്കാരായ ജനങ്ങളെ വികസന പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതിനെതിരെ എറിയാട് പഞ്ചായത്തിനോട് മാത്രം MLA കാണിക്കുന്ന അവഗണനക്കെതിരെ കടൽ കയറ്റത്തിൽ നിന്ന് എറിയാടിന്റെയും അഴീക്കോടിന്റെയും കടൽ തീരം സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി എറിയാട് പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് വായനശാല നിലനിർത്തുന്നതിനു വേണ്ടി എറിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണയുടെ 75ാം ദിവസമായ നാളെ നിയമസഭയിലേക്ക് സംയുക്ത സമരസമിതി അംഗങ്ങളും NRI കൗൺസിൽ അംഗങ്ങളും വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളും വ്യാപാര കേന്ദ്രങ്ങളിലെ ജീവനക്കാരും വിവിധ മഹല്ല് പ്രതിനിധികളും പ്രവാസികളും ധീവരസഭാ നേതാക്കളും പൊതുജനങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരും ചേർന്ന് നടത്തുന്ന ജൂൺ 26 നിയമസഭാ മാർച്ചിലും ധർണയിലും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വികസനം അത് മർത്യ മനസ്സിൻ അതിരിൽ നിന്ന് തുടങ്ങണം. വികസനം അത് മർത്യ മനസ്സിൻ അതിരിൽ നിന്ന് തുടങ്ങണം.